ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് പോകുന്നത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കോഴിക്കോടുള്ള ഈ ഒരു ചന്ദ്രേട്ടൻ്റെ ചായക്കടനെ പറ്റി നിങ്ങളോട് പ്രത്യേകമായിട്ടൊക്കെ എടുത്തു പറയണമെന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലേ അവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ ഭയങ്കരമാണ്, അടിപൊളിയാണെന്ന് കേട്ടോണ്ടാണ് കേട്ടോ ഞങ്ങളും അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏട്ടനും അടുത്തേക്ക് ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അവർ ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെയും കൂട്ടിയിട്ട് പോകണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ അവിടുന്ന് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കടയിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. അതായത് ഒരു നാട്ടും പ്രദേശത്തെ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ പോയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ എത്തിപ്പെടുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ വൈബ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടെയാണെങ്കിലേ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോയപ്പോഴാണ് അവിടെ BMW ഓഡിയൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അത്രയും ഫേമസ് ആണ് കേട്ടോ ഈ ഒരു കട. അപ്പോൾ അവിടെ ചെന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നേ. പിന്നെ അതേപോലെ കുറേ ഫുഡ് വ്ളോഗേഴ്സൊക്കെ കുറേ ദൂരെ നിന്നൊക്കെ വന്നിട്ട് വ്ളോഗും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഫുഡ് വന്നു. എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡാണ് കേട്ടോ രാവിലെ ഉണ്ടാവുക. അതായത് നല്ല പൂളേൻ്റെ പുഴുക്ക്. പൂള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങൾ കോഴിക്കോടൊക്കെ കപ്പയ്ക്ക് പൂള എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നല്ല പൂളേൻ്റെ പുഴുക്ക്, പിന്നെ അതേപോലെ തന്നെ നല്ല അരിപ്പത്തിരി അല്ലെങ്കിൽ റവേൻ്റെ പത്തിരിയും കിട്ടും കേട്ടോ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമ്മളെ ചോയ്സാണ്. പിന്നെ അതേപോലെ തന്നെ പുട്ടും ഉണ്ടാവും. അപ്പോൾ പുട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ പുട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ചു നോക്കിട്ടോ. പുഴുക്ക് മാത്രമായിട്ട് നല്ല ടേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടൈപ്പ് പുഴുക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്നോളൂ കേട്ടോ. നമ്മളൊന്നും വീട്ടിൽ വല്ലപ്പോഴൊക്കെ അല്ലേ പുഴുക്ക് ഉണ്ടാക്കുക. പക്ഷേ ഏട്ടൻ്റെ അമ്മയ്ക്ക് കഴിച്ചപ്പോൾ ഏട്ടൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണ ആ ഒരു ടൈപ്പ് തന്നെയല്ലേ, പ്രത്യേകിച്ച് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ മീൻകറിയൊക്കെയാണ് കേട്ടോ ഒഴിച്ചു തരിക പുഴുക്കിൻ്റെ കൂടെ. അപ്പോൾ പുഴുക്കും മീൻകറിയും കൂട്ടി കഴിക്കാൻ എനിക്ക് സത്യം പറഞ്ഞതാ ഇപ്പം ഞാൻ പറയുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്താ ചെയ്യുക. ഓ എൻ്റെ മേ, എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളിത് അതൊക്കെ കഴിക്കുന്നതിനിടയിൽ കുട്ടികളിത് അവിടെ കുരങ്ങനെ കണ്ടു എന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നല്ല വറുത്ത മീനും കൊണ്ടിട്ട് അവർ വന്നു കേട്ടോ. അപ്പം നല്ല വറുത്ത മീനായിരുന്നു, അയില ഉണ്ടായിരുന്നു, പിന്നെ ആഗോലി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അയിലയാണ് കേട്ടോ എടുത്തത്. ഏട്ടത്തി എന്തോ ഒരു കഷ്ണമീനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഏട്ടത്തി ഇതേ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം മീൻ പൊരിച്ചതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെയാണ് കേട്ടോ മീനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇതാ എല്ലാവരും മീനൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു വലിയ ഫിഷ് വാങ്ങിക്കാമെന്ന്. അപ്പം ശരത്തേട്ടൻ പറഞ്ഞു നമുക്ക് വലിയൊരു മീൻ വാങ്ങിയാൽ എല്ലാവർക്കും നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വലിയ ഫിഷിനെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ നല്ല വലിയൊരു ഫിഷിനെ നമ്മൾ പൊരിച്ചത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മുന്നിൽ. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടെ അങ്ങോട്ട് എന്താ പറയുക ആക്രമണമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം നമ്മുടെ വാമിക്കുട്ടിക്കും വേദൂട്ടനും ഒക്കെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും മീനെന്ന് പറഞ്ഞാൽ മീനില്ലാത്തൊരു ദിവസം ഏട്ടൻ്റെ വീട്ടിലുണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാവർക്കും മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചിക്കനാണ്. പക്ഷേ ഏട്ടനായാലും ശരത്തേട്ടനായാലും ഒക്കെ മീനിൻ്റെ ആൾക്കാരാണ്, അമ്മയൊക്കെ മീനിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റാന്ന് പറയാം കേട്ടോ ഏട്ടാ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മസാല ഉണ്ടല്ലോ അതൊരു പ്രത്യേക രുചിയാണ്. എന്തൊരു രസമാണെന്നറിയോ. അതിൻ്റെ കൂട്ടത്തിൽ അവർ കട്ടൻ ചായയോ ഏതാ വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ കട്ടനാണെന്ന് തോന്നുന്നു വാങ്ങിയത്. പിന്നെ അതേപോലെ ശരത്തേട്ടനൊക്കെ നല്ല പാൽ ചായയാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക മീൻ തീറ്റയിലായിരുന്നു കേട്ടോ. കപ്പയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പക്ഷേ മീൻ കഴിക്കാനുള്ള വെച്ചാൽ എന്ത് ടേസ്റ്റ് എന്നറിയോ, ഒരു പ്രത്യേക മസാലയാണ് കേട്ടോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രുചിയായിരുന്നു, എന്താ പറയുക അടിപൊളിയായിരുന്നു. മക്കൾക്കൊക്കെ എടുത്തി വായിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ആക്രമണവും കഴിഞ്ഞിട്ട് മുള്ള് കണ്ടില്ലേ നിങ്ങൾ, മീനിൻ്റെ ഒരു കുറച്ച് ചെറിയ ഭാഗം പോലും ബാക്കി വെക്കാണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടേൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വിറകടുപ്പിലാണ് കേട്ടോ. ശരിക്കും അതായിരിക്കും ഇതിന് ഇത്രയും രുചി വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. മാമിക്കുട്ടി എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാ. അപ്പോൾ ഈ ബനിയനായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ ചന്ദ്രേട്ടൻ എന്ന് പറയുന്നത്. ഈ കടേൻ്റെ ബാക്കിൽ തന്നെയാണ് ആളുടെ വീട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു സിംപ്ലിസിറ്റി ആയിരിക്കാം ഇപ്പോഴും ഈ ഒരു കട ഇത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം അത്യാവശ്യം നല്ല ഇൻകം വരുന്ന ഒരു കടയാണ്. എന്നാലും നമ്മുടെ നാടിൻ്റെ ആ ഒരു നന്മയും ആ ഒരു വൈബും ഒന്നും കൈവിടാതെ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനത്തെ ഫുഡ് അവർ സെർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അവരിത്രയും ഫേമസ് ആവുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
അപ്പൊ നിങ്ങൾക്കൊക്കെ ഇവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, പക്ഷേ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫുഡായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു നമ്പർ ഷെയർ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് പറ്റില്ലേ സൂപ്പർ ചന്ദ്രേട്ടന് ഇഷ്ടപ്പെട്ടെ ചായക്കട അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ചായക്കട? സൂപ്പർ. എങ്ങനെയുണ്ട് ഫുഡ്? ഒരു മിനിറ്റ്, എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറയാം ചന്ദ്രേട്ടനെ കാണാൻ ഭംഗിയില്ലെങ്കിൽ ചായക്കട. എങ്ങനെയുണ്ട് ഫുഡ്? ഒന്നും പറയാനില്ല, ആകെ ഒരു സൂപ്പർ ആയിരുന്നു. ബാക്കിയുള്ള ഭക്ഷണം അടിപൊളിയായിരുന്നു. അപ്പൊ ഏട്ട ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലാണ് കേട്ടോ. എന്താ പറയാ, നല്ലോണം തട്ടിയിട്ടുണ്ട്. അപ്പം അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർക്കിങ്ങിന്റെ അവിടെയുള്ള ഒരു ചെയറിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആള്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം എന്താ പറയാ, എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് എൻ്റെ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വീട്ടിലെത്തിയ ശേഷം എല്ലാവരും കൂടെ കിടക്കുകയാണ് കേട്ടോ, റെസ്റ്റ് ചെയ്യാണ്. അമ്മയുണ്ട്, ഏട്ടന്മാരും ഏട്ടത്തിയും ഒക്കെ ഒരു കട്ടിലതേ കെട്ടിപ്പിടിച്ച് റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഫുഡ് കഴിച്ച ക്ഷീണമാണ് അത്ര എല്ലാവർക്കും. എന്താ കഥ. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ പിന്നെ മക്കളെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരോ കളികളൊക്കെ കളിക്കണം കേട്ടോ, ഞാനും വേദൂട്ടനും. അപ്പം ഞാൻ വേദൂട്ടിനെ ഓവർ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ വാമിക്കുട്ടിക്ക് ചെറിയ ഒരു പൊസസീവ്നെസ് വരെ. അപ്പോൾ ആളും വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ പല തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ ബൈ, ടേക്ക് കെയർ.